ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോർമലി വ്ളോഗ് ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ വ്ളോഗ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലൊരു സ്പെഷ്യൽ ഡേ ആണ്. ഡേ പറയാൻ പറ്റില്ല, ഡേയ്സ് ആണ്. നമ്മൾ തറവാട്ടിൽ കളിയാട്ടമാണ്. അപ്പോൾ 30-1 തീയതികളിലായിട്ട്. അപ്പോൾ 2 ദിവസത്തേക്കും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഒരു മെമ്മറി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എടുത്തു വെക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടെ നിൽക്കുക. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ തെയ്യാണ്, തെയ്യം എത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണെന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ച് നാളത്തിന് ശേഷമാണ് നമ്മൾ തെയ്യം തറവാട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെയൊക്കെ ആയിട്ടുള്ള സന്തോഷമുണ്ട്. എല്ലാവരും കാണാൻ പറ്റുന്നതായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് ആലോചിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഫസ്റ്റാണ് കുഞ്ഞാവി ആയിട്ട് ശേഷമുള്ള കളിയാട്ടമാണ്. അപ്പോൾ കുഞ്ഞാവിയും ഈ ഒരു കളിയാട്ടത്തിന് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ തെയ്യൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം മുത്തപ്പൻ കഴിച്ച സമയത്ത് അവൾക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു 2 ദിവസത്തെ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ തറവാട്ടിലേക്ക്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവളെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അമ്മ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ വേട്ടക്കുരുമകൻ സോമേശ്വരി ക്ഷേത്രം. ഈ അമ്പലത്തിലും ഉത്സവമാണ് മെയ് 8, 9, 10, 11 തീയതികളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെയും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കുറേ നാളിന് ശേഷമാണ് തെയ്യം കാണാനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തറവാട്ടിന് ഇതുപോലുള്ളൊരു എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം റിലേറ്റീവ്സിൻ്റെ ഒക്കെ തന്നെ വീടാണ്. അപ്പോൾ നേരെ കയറി പോകുന്നത് തന്നെ ട്യൂബും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇട്ടാൽ റെഡി ആയിട്ടുണ്ടാവും, അടിപൊളിയായിരിക്കും. അങ്ങനെ കയറുമ്പോൾ തന്നെ കുറേ കാലമായിട്ട് കാണാത്ത ഒരുപാട് റിലേറ്റീവ്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇതൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞു കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്നെ കാണുമ്പോൾ തന്നെ ക്യാമറ ഇല്ലേന്നാണ് എല്ലാവരും കുറേ ആൾക്കാർ ചോദിച്ചത് കേട്ടോ. അത് കളിയാക്കിയിട്ടാണോ അല്ല നല്ല രീതിയിലാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ സന്തോഷം കുറച്ച് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. ഇതാണ് തെയ്യം ഉണ്ടാകുന്ന തറവാട്. ഇത് താമസിക്കുന്ന തറവാടൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും കുറേ തിരക്കിലാണ്. കാരണം ഇപ്രാവശ്യം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ, അതായത് പഴയ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ, അതായത് കുഞ്ഞു കുട്ടികൾക്കും കൂടി പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്കും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതായിട്ടുള്ള ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്, എന്തൊക്കെ ഡീറ്റെയിൽസ് അവരുടെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്, അതൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ എല്ലാവരും കൂടിയിട്ട് അവിടെ എഴുതി രജിസ്റ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നടപ്പന്തൽ സമർപ്പണം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഗുളികൻ്റെ ദേവസ്ഥാനം കണ്ടല്ലോ, അതിന് ചുറ്റുമായിട്ട് മഴ വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം കാണുന്നുണ്ടാവില്ലേ, ആ ഒരു സംഭവത്തിൻ്റെ സമർപ്പണം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഗുളികനൊക്കെ തൊഴുതതിന് ശേഷം പുതുതലമുറയുടെ സംഗമം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു മീറ്റിംഗ്. അപ്പോൾ അതിൻ്റെയും കൂടി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരുണ്യമൂലുന്ന സ്നേഹസ്വരൂപാനി കാലിണ കൈവണം ഒന്നു ഞങ്ങൾ, വായുവും വെള്ളവും മണ്ണും ആകാശവും നീയും അതിൻ്റെ അനുഗ്രഹങ്ങൾ. നല്ലതേ ചെയ്യാവൂ, നല്ലതേ തോന്നാവൂ, നല്ലതേ ചൊല്ലാവൂ, നിൻ കൃപയാ എന്നും ആദിയിലുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളിയിടണേ തമ്പുരാനേ. കാരുണ്യമൂലുന്ന സ്നേഹസ്വരൂപാണി കാലിണ കൈവണ ഒന്നു ഞങ്ങൾ, വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും അതിൻ്റെ അനുഗ്രഹങ്ങൾ. 2022-23 ഫോക്ലോർ അക്കാദമി തെയ്യം അനുഷ്ഠാന കലാരംഗത്ത് അവാർഡ് ലഭിച്ച ബാലൻ പണിക്കർ, അദ്ദേഹം നമ്മുടെ തറവാട്ടിലെ തെയ്യത്തിന്റെ അവകാശി കൂടിയാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ
അങ്ങനെ പ്രാർത്ഥനയോട് കൂടി പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അനുമോദനവും അതുപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെയുള്ള സമ്മാനദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്ടായിട്ട് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെല്ലാവരും ഇപ്പോൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബറും ഒരുപാട് വീഡിയോസും ഫോളോവേഴ്സും ഒക്കെ ഉള്ള നമ്മുടെ സ്വന്തം സൂര്യക്ക് ഈ വേദിയിൽ അനുമോദനം. അടുത്തായി നമ്മുടെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൂട്ടുകാരെ അനുമോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലെ കലാരംഗത്ത് കൂടി മികവുള്ള ആൾക്കാരെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു അംഗീകാരം കിട്ടുന്നത്. അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവൻ സ്വന്തം അമ്മാവനാണോന്ന്. സ്വന്തം എന്ന് പറഞ്ഞത് അവർ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ സ്വന്തം ആങ്ങളെയാണോ എന്നാണോ എനിക്കറിയില്ല. എന്തായാലും അത്ര ക്ലോസ് ആയിട്ടുള്ള അമ്മാവനല്ല, റിലേറ്റീവ് അമ്മാവനാണ്. എങ്ങനെയാണ് ആ റിലേഷൻ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അമ്മക്ക് ആങ്ങളമാരായിട്ട് സ്വന്തമായിട്ട് ആരുമില്ല, അമ്മക്കൊരു ഏച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായ സമ്മാനം. ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനൊക്കെ ആയിട്ട് മാത്രം വന്നവരാട്ടോ. ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവരും അങ്ങനെ പുറത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ട് വന്നവരാണ് ഒരുപാട് പേര്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ രാഘവ അമ്മാവൻ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞാവിയായിട്ട് ഫസ്റ്റ് ടൈമാണ് തെയ്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തെയ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നോർമലി അറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞാൽ ഒരു 16 ദിവസത്തേക്ക് ഇങ്ങനെ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല, അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ ആ സമയത്ത് തെയ്യം നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തെയ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞാവ 19-നാണ് ജനിച്ചത്. അപ്പോൾ അത്രയും വ്യത്യാസം വരുന്നുള്ളൂ. എത്ര ആളുണ്ട് എങ്ങനെയുണ്ടെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് പറഞ്ഞു. മത്സ്യങ്ങനത്തിനോട് 4000 രൂപ പിരിഞ്ഞു കിട്ടാതിരുന്നു, അത് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേരള ബാങ്കിൽ ഞാൻ പറഞ്ഞ 57,655 രൂപയെന്ന് 55,000 രൂപ വിഡ്രോ ചെയ്തിട്ടാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് സമ്മാനദാനവും എല്ലാവരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു വലിയ കുടുംബ ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോ പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് കണ്ടോ, കുഞ്ഞിപ്പെണ്ണിന് ഒരുപാട് ഗിഫ്റ്റ് ഒരു ചേച്ചി എനിക്ക് അയച്ചെന്നത് ഓർമ്മയുണ്ടോ? ആ ചേച്ചി അയച്ചു കൊടുത്ത ഡ്രസ്സാണ്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസും കൂടി ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ഒത്തിരി സന്തോഷം തോന്നി ചേച്ചിക്ക്. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള രീതിയിൽ അത് എടുത്തല്ലോ. ഞാൻ 1, 2, 3 ഡ്രസ്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം കുഞ്ഞാവ ഇടുമ്പോൾ ഞാൻ ഫോട്ടോ ചേച്ചിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അന്ന് അയച്ചെന്നത് ഇപ്പോഴാണ് പാകമായിട്ടുണ്ടായത്. എന്തായാലും കുഞ്ഞാവക്കും ഈ ഒരു ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു കളറും കാര്യങ്ങളൊക്കെ അത്രയും നല്ല ക്രീം കളർ ആയതുകൊണ്ട് തന്നെ മോൾക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു പെണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൾക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും കൂടെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഉറക്കത്തിൻ്റെയൊക്കെ ചെറിയ പ്രശ്നം വരുമ്പോൾ മാത്രമാണ് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അല്ലാതെ എല്ലാവരായിട്ട് നല്ല കമ്പനി ആയിരുന്നു. ഇനി നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ ഓരോ ആളായിട്ട് പരിചയപ്പെടാം. ഇത് എൻ്റെ മൂത്ത ചേച്ചിയാട്ടോ, ചേച്ചീൻ്റെ മോള്, മൂത്ത ചേട്ടൻ്റെ മോള്. എന്താ അതിൻ്റെ ഇടയിലുള്ള ചേച്ചി, അതിൻ്റെ ഇപ്പുറത്തെ ചേച്ചി, പിള്ളേരോടുത്തു. പിന്നെ ഏച്ചീൻ്റെ മോള്, ഇതാ വല്യമ്മേൻ്റെ മോള്, ഏച്ചീൻ്റെ മോൻ, ഫുൾ ഫാമിലി. ഇത് ഇളയമ്മേൻ്റെ മോൻ, ഇത് അറിയുന്നു വിചാരിക്കുന്നു, ഇതെൻ്റെ മോള്. അമ്മമ്മ ഇങ്ങോട്ടൊക്കെ. ഇത് എൻ്റെ വല്യമ്മ, ഏച്ചീൻ്റെ മോൻ. ഇതെൻ്റെ അമ്മമ്മ, ഏച്ചീൻ്റെ മക്കൾ, ഏട്ടൻ്റെ മോള്, ഏച്ചീൻ്റെ മക്കൾ, ഇളയമേൻ്റെ മോള്. ഇളയമേൻ്റെ മോളാണ് എത്തിയത്. അതല്ലെങ്കിൽ പ്രായം കൂടുതലാന്ന് വിചാരിക്കും. കണ്ടാലും പറയും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഓലം വന്നു, കാളം വന്നു. എൻ്റെ അമ്മക്ക് ആകെ ഒരൊറ്റൊരു ഏച്ചി മാത്രമേ ഉള്ളൂ. ആ ചേച്ചീനെയാണ് ഞാൻ കാണിച്ചത്, അതായത് വല്യമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചത്. വല്യമ്മക്ക് 3 മക്കളാണ്, ഒരേട്ടനും 2 ചേച്ചിമാരും. അപ്പോൾ 2 ചേച്ചിമാരെ ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏട്ടനെ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നേരത്തെ വേദിയിൽ ഉണ്ടായിരുന്നു. അതിന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരു ഫ്ലവറും തൂക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഏട്ടൻ്റെ വിഷ്വൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തോന്നത്തില്ല. അയ്യോ നമ്മൾ ഇച്ചിരി ലേറ്റായി. അയ്യോ കുഞ്ഞിപ്പെണ്ണ് ഞാനെല്ലാം വരാൻ ലേറ്റായി. അമ്മയുണ്ട്.
ന്യൂ ജനറേഷൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഉച്ചയാകുമ്പോൾ എല്ലാവരും പിരിഞ്ഞതിന് ശേഷം നമ്മൾ സന്ധ്യക്കാണ് പിന്നെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് സന്ധ്യ മുതൽ നമ്മൾക്കിവിടെ തോറ്റവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തോറ്റം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രിയും പുലർച്ചയ്ക്ക് ആയിട്ട് തെയ്യം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടോ, ഇത് ഗിഫ്റ്റ് കിട്ടി തന്നെ കേട്ടോ. നമ്മൾ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ചേച്ചി കൊടുത്തതാണ്. ചെറിയൊരു ട്രൗസറും നല്ല കുഞ്ഞൊരു ക്യൂട്ട് ബനിയനും. അപ്പോൾ ആദ്യമായിട്ടാണ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടാനൊക്കെ വിടുന്നത്. അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക വേറൊരു ഫേസൊക്കെ ആയ പോലത്തെ ഒരു തോന്നലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ച് പറിച്ച് കളയേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഞാൻ കാണാതെയൊക്കെയാണ് കുത്തി കൊടുത്തിട്ടുണ്ടായത്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കലശവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തെയ്യത്തിൻ്റെ നമ്മൾ ഈ ഒരു തറവാട്ടിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്താണ് ഐതിഹ്യം, ഇതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് വലിയ അറിവൊന്നുമില്ല. ഗുരുസി കലക്കുക എന്ന് പറയാം. മഞ്ഞൾപ്പൊടിയിൽ നൂറൊക്കെ കലക്കിയിട്ട് റെഡ് കളർ ആക്കുമല്ലോ, അങ്ങനെയുള്ളൊരു വെള്ളമാണ് മലരൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഐതിഹ്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ തോറ്റം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ തറവാട്ടിൽ 9 തെയ്യാണുള്ളത് കേട്ടോ. അപ്പോൾ 9 തെയ്യം ഏതൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് ഞാൻ എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഫോട്ടോസ് അടക്കം ഞാൻ കൊടുക്കാം. കാരണം ഇന്നത്തെ ദിവസത്തെ കാര്യം മാത്രമാണ് ഞാൻ, അതായത് ആ ഫസ്റ്റ് ഡേ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് തെയ്യവും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അത് ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ നെഗറ്റീവ്ലി എന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോ ചെയ്യുമ്പോൾ വരുമാനം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ക്രാഫ്റ്റൊക്കെ മതിയാക്കിയോ എന്നുള്ള രീതിയിലൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എല്ലാവർക്കും അറിയാം എൻ്റെ ക്രാഫ്റ്റും ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് എൻ്റെ കൂടെ കൂടിയത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ പല വീഡിയോസിലും അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കൂട്ടുകാരാണ് ആ ഓരോ വീഡിയോസിനൊക്കെ നല്ല നല്ല കമൻസൊക്കെ തരാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനും ഇതുപോലുള്ള തിരക്കിൻ്റെ ഇടയിൽ പെടുമ്പോൾ എനിക്ക് ഇതുപോലെ ക്രാഫ്റ്റിനായിട്ടോ അല്ല ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ടോ സമയം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാതെ ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് വന്ന് പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എത്രയും കഷ്ടപ്പെട്ടാലും ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസിനോട് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ആ ഒരു സ്നേഹം, ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. പക്ഷെ തിരക്കിൻ്റെ ഇടയിൽ പെടുമ്പോൾ എനിക്കതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള സന്തോഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ ഇതുപോലുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനിൽ ഞാൻ വന്ന് നിൽക്കുന്നുണ്ട്. തെയ്യത്തിൻ്റെ ആ ഒരു മുടി കെട്ടുന്നതും കുരുത്തോല മടയുന്നതും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ എന്ത് രസമാണ്. പക്ഷേ അവർ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അധികം മുഖത്തെഴുതുന്നതോ ഇതുപോലെ കുരുത്തോല കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതോ ഒന്നും വീഡിയോ എടുക്കാനൊന്നും അവർ വിടുന്നില്ല. അതെന്നോട് ഓപ്പണായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എന്നോട് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ചെയ്യുന്നത് കുറത്തിയമ്മക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാണ്. ആ ഒരു സമയത്ത് ഭൂതം, ശ്രീഭൂതം എന്ന് പറഞ്ഞിട്ടുള്ള തെയ്യമുണ്ട് നമ്മുടെ തറവാട്ടിൽ. ഭൂതം ഇറങ്ങിയിട്ടുണ്ട്, പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭൂതത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറത്തി നമുക്ക് ചക്കരച്ചോറ് വിളമ്പുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഇത് തന്നെയുണ്ട്. അതിൽ അവിടുത്തെ കുടുംബത്തിലെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ പായസം വെക്കണം, കുറത്തി അമ്മക്കത് വിളമ്പി കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആചാരങ്ങൾ കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുഞ്ഞാവ് ആയതിന് ശേഷം തെയ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞാവ് ആവുന്നതിന് മുന്നേ ആയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തെയ്യത്തിന് നമ്മൾ മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു പ്രാർത്ഥനേൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഭൂതം കഴിഞ്ഞു, തൊഴുതതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ കുറത്തി അമ്മ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുറത്തി അമ്മ.
അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അലമ്പായി തുടങ്ങിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ അവളെ ഡ്രസ്സിലൊക്കെ ഫുഡാക്കിയിട്ട് അതൊക്കെ മാറ്റി. തന്നിരിക്കുന്നതായ ആ ഭാഗ്യം ഞാനല്ലോ എൻ്റെ ഫലപ്പാലം കൊടുത്തോളെ വേണ്ടുമെന്നാൽ പോറ്റിനും വളർച്ചക്കും അമ്മ തന്നെ രക്ഷകർത്താവായിട്ട് അമ്മ തന്നെ ശ്രദ്ധയും ബുദ്ധിയും കൊടുത്ത് വേറുവഴി കാക്കേണ്ടതായ ഭാഗ്യം അമ്മ കൊടുക്കാം. അതിനിടയിൽ ഞെട്ടിച്ചൊരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാം. കുഞ്ഞിപ്പെണ്ണ് നടക്കാൻ കുറേ നേരമായിട്ട് എല്ലാവരും എടുത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ നടക്കാൻ ഭയങ്കര താഴേക്ക് ഇറങ്ങി എല്ലാം പെറുക്കി തിന്നാനും പെറുക്കാനൊക്കെ കിട്ടാൻ ഭയങ്കര കുറേ നേരമായി കഷ്ടപ്പെടുന്നു. അങ്ങനെ കുറച്ചൊന്ന് ഫ്രീ ആയ ആ ഒരു ടൈമിൽ താഴെ ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ സംഭവിച്ചൊരു കാര്യം കണ്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇങ്ങനെ അവൾ റിയാക്ട് ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ ആ ഒരു സന്തോഷമാണോ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ അറിയില്ല. അവൾ ചെണ്ടക്കാരൻ്റെ അടുത്ത് കുറേ നേരമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഓൾറെഡി ചെണ്ട ഇഷ്ടമെന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ അവർ കോല് കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടോ. തല തിരിച്ചു കൂട്ടിയ പേടിപ്പിക്കാൻ വരുന്നാ അതെടുത്തിട്ട് അമ്മ പിടിക്കേ. ഓ കന്നേ ചണ്ട ഭയങ്കര ഇഷ്ടമാണ്. അതെ പോന്നാ ഒരു ഫോട്ടോ എടുത്ത് ചെണ്ടക്കാരി ചെണ്ടക്കാരി കണ്ടോ. ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ ആ ഒരു വിഷ്വൽസൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു അങ്ങനെ അവളെ ഇറക്കി വിടണ്ട, കുഞ്ഞല്ലേ, എല്ലാവരും കൂടി ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞാൽ കുഴപ്പമാവും. ഇങ്ങനെ നോർമലി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കും അത് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. കുഞ്ഞു പിള്ളേർക്കൊക്കെ കണ്ണേൽക്കുന്ന പ്രശ്നമൊക്കെ വരും. അധികം അവളെ ആക്റ്റീവാക്കി വിടണ്ട എന്നൊക്കെ ഒരുപാട് പേര് നമ്മളെ പ്രായത്തിന് മൂത്ത ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത്രയും ഇതാക്കി അവളെ നമ്മൾ താഴെ ഇറക്കാണ്ട് പിടിച്ച് നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടുത്തെ മുതിർന്ന ആളിച്ചു ഏറ്റവും ഇളയ ആൾ വരെയുള്ള രീതിയിൽ ചക്കരച്ചോറൊക്കെ കുറത്തിയമ്മക്ക് വിളമ്പി ബാക്കിയുള്ളത് പ്രസാദമായിട്ടൊക്കെ കിട്ടി. അപ്പോൾ ഈ ഒരു ദിവസം കുറത്തിയമ്മ കഴിയുന്നതിലൂടെ തെയ്യമൊക്കെ കഴിഞ്ഞു. ഇനി പിറ്റേന്ന് പുലർച്ചെ 5 മണിയാകുമ്പോഴാണ് തെയ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. ഇനി തെയ്യം വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നാളെ അടുത്ത വീഡിയോ ഇടാം കേട്ടോ.